നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രീമിയം സാരീസിൻ്റെ ഡിസ്കൗണ്ട് സെയിലാണ്. ഇന്നും വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചൊരു എനിക്കൊന്നൊരു 10 സാരി 12 സാരി കണ്ട് ഇപ്പം ഇന്നത്തെ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുള്ളൂ. നമ്മൾ സോർട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ സമയത്തൊന്ന് കാണിക്കുന്ന ഈ സാരിയുടെ മോഡൽ ഞാൻ വേറെ കളേഴ്സ് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2990 രൂപയുടെ സാരിയാണ്. ഇപ്പോൾ 1590 രൂപയുള്ള വില. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ബേബി പിങ്ക് കളർ. ഇതിൻ്റെ വർക്ക് മുഴുവൻ നിങ്ങൾ നോക്കിയാൽ ഈ വർക്കയിലാണ് ഇതിൻ്റെ ഭംഗി മുഴുവൻ ഇരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 2990 ഒരു മൽച്ചന്തേരിയുടെ ഫാബ്രിക്കാണ്. മൽച്ചന്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോ ഉള്ള ആ ഒരു ഇതല്ല, ഭയങ്കര ഓവറായിട്ട് മൽച്ചന്തേരിക്കകത്ത് നല്ല ഗ്ലോ ഉള്ള ഒരു സിൽക്കി അല്ലെങ്കിൽ ഒരു റോമൻ സിൽക്ക് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഫാബ്രിക് പോലെ തന്നെ വരും. അതല്ല, ഇതിന് അത്രയ്ക്ക് ഗ്ലോ അല്ല, ആ ഒരു ചന്തേരിയുടെ ഫാബ്രിക്കാണ്. കോട്ടൺ ഫീലാണ് നല്ല കൂടുതൽ അതിന് കിട്ടുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ രണ്ട് സൈഡിലും ബോർഡറെ നിറച്ചും ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി, ബോഡിയെ നിറച്ചും ചെറിയ ഇത് ചെയ്തിട്ട് എല്ലാം എംബ്രോയ്ഡറി ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വന്നിട്ട് അതിൻ്റെ മുന്താണിയാണ് ഏറ്റവും നോക്കേണ്ടത്. കണ്ടോ, മുന്താണിയെ നിറച്ചും അങ്ങനെ എംബ്രോയ്ഡറി. ബ്ലൗസ് വന്നിട്ട് ഇത് കണ്ടോ, ആ ഒരു ബേബി പിങ്കിൻ്റെ തന്നെ പ്ലെയിൻ കളറ്. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, വർക്കൊന്നുമില്ല, അത് പ്ലെയിൻ. അതെന്ന് വെച്ചാൽ ബോഡിയിലും ബോർഡറിലും മുന്താണിയിലും എല്ലാം ഹെവി ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. അപ്പോൾ ബ്ലൗസിലും കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കടുവകളി പോലെ ആയിപ്പോവും. അപ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആണ്. ഇതാണ് ആദ്യത്തേത്. എളുപ്പത്തിന് വേണ്ടി ഒന്നിൻ്റെ മുകളിൽ ഒരെണ്ണം എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു കളറ് ബ്ലൂ, നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 2990. ഇപ്പം നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ തരുന്ന 1590 രൂപ. ഉണ്ടോ? ഇതിന് ഈ പറഞ്ഞ പോലെ പരാതിപ്പെടരുത്, കാരണം ചോദിക്കുന്നതിന് മുന്നേ തീർന്നു പോയി എന്ന് പറയരുത്. ഇത് ഡിസ്കൗണ്ട് സെയിലാണെന്നുള്ള കാര്യം മറക്കരുത്. ഡിസ്കൗണ്ട് സെയിൽ നമ്മൾ വെക്കുന്നത് എപ്പോഴും സിംഗിൾ പീസായിട്ട്, ഒറ്റ പീസ് മാത്രമൊക്കെ ഉള്ളൂ. അതിൻ്റെ കളറിനകത്ത് വേറെ ഇല്ല. സ്റ്റോക്ക് ഔട്ടായി തീരാൻ പോകുന്ന സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നത്. അതിപ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ അന്നേരം അവിടെ എൻ്റെ സ്റ്റോക്ക് അങ്ങ് കഴിയുക. അപ്പം നിങ്ങൾ ചോദിക്കുന്ന 1-2 പർട്ടിക്കുലർ സാരീസ് ചിലപ്പോൾ ഇല്ലാതെ വരുമ്പോഴത്തേനും നിങ്ങൾ പിണങ്ങരുത്. കാരണം അത് ഓഫർ സെയിലല്ലേ. ഓഫർ സെയിലിനകത്ത് നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ നമ്മളത് ഓഫർ സെയിലിന് ഇട്ട് വെക്കത്തില്ല. നമുക്ക് അല്ലാതെ ഡയറക്റ്റ് കൊടുത്താൽ പോരെ. ഇതിപ്പോൾ തന്നെ നോക്കാം, 1000 രൂപയോളം റേറ്റ് കുറച്ചാണ് അതിന് ഇട്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രൈസ് ടാഗ് കാണിച്ചതാണ് ഓരോന്നിൻ്റെ. ഇന്ന് ഞാൻ പ്രൈസ് ടാഗ് പറിച്ചിട്ടാണ്. പ്രൈസ് ടാഗ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ടാഗ് നമുക്ക് വെച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം അറിയാതെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കൊടുക്കുന്ന റേറ്റിനെ കഴിഞ്ഞും നിങ്ങൾ തരുന്ന പൈസയല്ലേ നമുക്കിവിടെ പെട്ടിയിൽ വീഴുന്നുള്ളൂ. അതിനെ കഴിഞ്ഞും കൂടുതൽ പൈസയ്ക്ക് അത് ആരെങ്കിലും എടുത്ത് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്കിലും കാര്യങ്ങളിലും എല്ലാം മിസ്റ്റേക്ക് സംഭവിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഒരു നെറ്റ് കോട്ടയുടെ ഒരു ഫാബ്രിക്കാണ് ഇത്. നെറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓവറായിട്ടുള്ള ഒരു നെറ്റ് കോട്ടയല്ല, ഭയങ്കരമായിട്ട് ട്രാൻസ്പെറൻ്റ് അല്ല. ഇത് നിറച്ചും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്, ഹെവി ആയിട്ടുള്ള നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡിലാണ്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. കണ്ടോ, ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്കും നല്ലതായിട്ടാണ്. കാരണം ഈ ബോഡിയിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് കേട്ടോ. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആണ് ബ്ലൗസ്. കണ്ടോ, ആ ചന്ദന കളർ സാൻഡൽ ഷെയ്ഡ്, എന്നിട്ട് ഇങ്ങനെ പിസ്ത ഗ്രീൻ്റെ ബോർഡറിൻ്റെ പോയിരിക്കുന്നത് വീവിങ് ആണ്, എംബ്രോയ്ഡറി ക്രോസ് സ്റ്റിച്ച്. ഇനി ബോഡിയിലോട്ട് നമുക്ക് നോക്കാം. ഇത് മുന്താണിയുടെ ഭാഗം. ബോഡിയെ വരുമ്പോഴും എംബ്രോയ്ഡറി ഉണ്ട്. ഇത് കണ്ടോ, ഏറ്റവും ഉള്ളിൽ പോകുന്ന ഭാഗത്ത് എംബ്രോയ്ഡറി ഇല്ല. ഈ സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് 1899 ആണ്. ഇപ്പോഴത്തെ റേറ്റ് 1299. 1899 സാരി 1299. ഇനി കാണിക്കാൻ പോകുന്ന ഈ സാരിക്ക് ഭയങ്കര ആവശ്യക്കാരൻ ഡിമാൻഡ് വരും. ഞാൻ നല്ല തലവേദന എടുക്കുന്നുണ്ടേ, നല്ല തലവേദന. എനിക്ക് പറഞ്ഞറിയിക്കത്തില്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇത്ര വിഷമിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് എന്നെ പൈസയോടുള്ള ആർത്തിയാണോ എന്നല്ല, ജോലിയോടുള്ള ആത്മാർത്ഥതയാണ്. സത്യമായിട്ട് പറയാം, നമുക്കത് എല്ലാം അതിൻ്റേതായ രീതിക്ക് കൊണ്ടുപോകണം. എൻ്റെ പ്രൊഫഷനോട് ഞാൻ ആ ഒരു സിൻസിയറിറ്റി കാണിക്കുന്നതിൻ്റെ ഭാഗം കേട്ടോ. എന്നും കൊണ്ട് താൻ ചത്ത മീൻ പിടിക്കരുതെന്നാണ് പറഞ്ഞ് ഇന്നലെ ഒരു ദിവസം മുഴുവൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. പക്ഷേ മൈഗ്രെയിൻ അല്ലേ, വന്നാൽ 2-3 ദിവസം എടുക്കും പോകാൻ. നമ്മൾ അതിനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കത്തില്ല. അതിൽ കൂടെ പോട്ടെ, ഒരു സൈഡിൽ കൂടെ അങ്ങ് പോട്ടെ. ലാലേട്ടൻ പറഞ്ഞ പോലെ പിന്നെ അതും അങ്ങ് ആസ്വദിക്കണം എന്ന് പറഞ്ഞ പോലെ. ഇതാ റോസ് സിൽക്കിൻ്റെ ഒരു ഫാബ്രിക്ക്. ഓഹ് എൻ്റെ തമ്പുരാനെ, ഈ സാരി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ഇതിന് ഭയങ്കരമായിട്ടുള്ള എൻക്വയറി ഓർഡറുകളുമാണ്. പക്ഷെ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന പീസസ് അല്ലാതെ അന്ന് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർന്നിട്ടും അതിൻ്റെ അപ്പുറത്തെ തീർന്നു പോയിട്ടും പിന്നെ എൻക്വയറി ആയിരുന്നു.
ഇതാ കട്ട് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ. താഴത്തെ ബോർഡറിൽ ഫുള്ള് കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ സാരിയുടെ വില 3890 രൂപയാണ് ഒറിജിനൽ റേറ്റ്. ഇപ്പോഴത്തെ വില 1590 രൂപ. ഞാൻ വിമൻസ് ഡേക്ക് മാത്രം അന്നൊരു ഓഫറിന് വേണ്ടിയിട്ട് അന്ന് ആ ഒരു ദിവസം മാത്രം അത്രയും റേറ്റ് താത്ത് ഇട്ടതാണ്. വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അതിലും വലിയ റേറ്റിന് ഇത് പോകേണ്ടതാണ്. അന്ന് ഇട്ടത് കൊണ്ട് ആൾക്കാർ ഇതുപോലെ ചോദിച്ചു. പലരും അങ്ങ് ഒരുമാതിരി യൂട്യൂബിലൊക്കെ കയറി എഴുതി ചോദിച്ചാൽ സാധനം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഇത് വീണ്ടും ഒന്ന് ഇട്ടിട്ട് എന്നും പറഞ്ഞ് ഇനി അടുത്തത് എഴുതല്ലേ, ഇനി അടുത്തത് ഇടുന്നോർത്ത് ചോദിച്ചു കഴിയുന്നതിന് പിന്നെ സാധനം തീർന്നു പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഒറ്റ പീസല്ലേ, അപ്പം തീർന്നു പോവില്ലേ. അപ്പം ഇതിപ്പോൾ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ ഇത് ആ കളറല്ല, അന്ന് കാണിച്ച കളറല്ല. ഇത് ഞങ്ങൾ ഷോപ്പിൽ സെയിലിന് വെച്ചിരുന്നതാണ്, ഡിസ്കൗണ്ട് സെയിലിന് വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതാണ് സാധനം കണ്ടോ. ഇതാണ് മുന്താണി കേട്ടോ. ഫാബ്രിക്ക് ഇത് മെറൂണും ഇങ്ങനെ വന്നിട്ട് താഴത്തെ ആ ഒരു ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഉണ്ടോ ഇത് കണ്ടോ. ഇത് വന്ന് നമ്മൾ റേറ്റ് ഇവിടെ ചുമ്മാ സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കുകയുള്ളൂ 3990. നമ്മൾ ബാർകോഡ് മാറ്റും, എന്നിട്ട് ഇതിന് വേറെ ബാർകോഡ് അടിക്കും 3990. ഇപ്പോഴത്തെ വില 1590 രൂപ. നല്ലൊരു വൃത്തിയുള്ള നീറ്റായിട്ടുള്ള ഒരു ബോർഡർ, ഗോൾഡൻ സെറിയും എല്ലാം കൂടെ പോയിട്ട്. ഇനി ബ്ലൗസ് എങ്ങനത്തേതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. ബ്ലൗസിന് ഇച്ചിരി കളറുണ്ട്, ആ ഒരു മുന്താണിയുടെ കളറുണ്ട്. നിങ്ങൾ ആ ബ്ലൗസിൻ്റെ അറ്റത്ത് കയ്യെ വെക്കാൻ പോലും ആ ഒരു കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനൊരു കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. ഇനി ബ്ലൗസിന് കളർ കൂടുതലാണ് ഇഷ്ടമില്ല എങ്കിൽ ബ്ലൗസ് വേറൊരു ബ്ലൗസ് ഇതിലേതെങ്കിലും ഒരു കളർ ബ്ലൗസ് നമുക്ക് പറ്റും. ഇതിലേത് കളർ ഇട്ടാലും നല്ല ഭംഗിയാണ്. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പിങ്ക്, ഡാർക്ക് പിങ്കാണ്. ഇതിന് വേറായിട്ടുള്ള ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് 3990. അയ്യോ ഞാൻ ഇതിന് എപ്പോഴും ഈ വില പറയുന്ന സ്ക്രീനിലുണ്ടല്ലോ അല്ലേ, ഞാൻ മറന്നു പോകുന്നേ ആ കാര്യം. ഇത് ചന്ദന കളർ. ഇതിൻ്റെ കട്ട് വർക്ക് നിങ്ങൾ നോക്കി എത്ര ഹെവിയാണ്. മെറ്റീരിയൽ റോസ് സിൽക്ക് തന്നെയാണ്. ഇത്രയും ഹെവി ആയിട്ടുള്ള കട്ട് വർക്ക് ചെയ്തിരിക്കുക. നല്ല ഭംഗിയാണ്. ഒരു സാരി ഫോളും കൂടിയൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ഫങ്ഷൻ വെയറായിട്ട് നല്ല ഗ്രാൻഡ് ലുക്ക് തരുന്ന സാരി. എന്താണ് വന്നിട്ട് വേണ്ട കണ്ടോ, നല്ല രസം നോക്കാം. ആ അടിയിൽ കൂടെ ആ ഒരു മജന്തയുടെ ഒരു സ്റ്റെപ്പും കൂടെ പോയിട്ട് ഇങ്ങനെ അടിയിൽ കൂടെ അല്ല, രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഇങ്ങനെ ഒരു മജന്തയും ഒരു റോയൽ ബ്ലൂവും കൂടെ കൂട്ടി പിന്നെ കട്ട് വർക്കും ചെയ്ത് എടുത്തിരിക്കുന്ന ഈ കട്ട് വർക്ക് ചെയ്തെടുത്തത് തന്നെ നല്ല ഒരു നല്ല സമയം എടുത്തിട്ട്. ഇത് മുന്താണി. ബ്ലൗസ് വരുമ്പോൾ വേണ്ട ഇങ്ങനെ വരും. ബ്ലൗസിലും കൈയുടെ അറ്റത്ത് വെക്കാനായിട്ട് ആ ഒരു സംഭവം ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിപ്പോൾ കുറച്ചാൽ വീതി കൂട്ടി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കയ്യലേ ഇങ്ങനെയൊക്കെ എങ്ങനെ ഇത് ഇങ്ങനെ അടിച്ച് ചെറുതാക്കിയാൽ മതി. 1599. അടുത്തത് ഇത് ഈ സെയിം കണ്ടതിൻ്റെ തന്നെ ഇവിടെ സെയിം മൊത്തം കട്ട് വർക്കാണ്. ആ കട്ട് വർക്കിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം കണ്ടോ, ഇങ്ങനൊരു വ്യത്യാസം വന്നിട്ട്. ഇതിപ്പോൾ മസ്റ്റാർഡ് യെല്ലോയാണ് ബോഡിക്ക് കളർ. ഈ ഒരു റോയൽ ബ്ലൂ കളർ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് എംബ്രോയ്ഡറി വർക്കാണ്. ഇത് ഇങ്ങനെ ഇരിക്കും. നല്ല രസമാണ്. എനിക്ക് ഇതിൻ്റെ ഉണ്ടല്ലോ ഇവിടെ കാണാൻ ഭയങ്കര ഇഷ്ടം. നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീല് തരുന്ന ഒരു ബോർഡറാണ്. താഴെ ഒരു ഗോൾഡൻ സെറി, ഇവിടേക്ക് വേറൊരു പീച്ചിൻ്റെ അല്ല, ഈ ബോഡിയെ കൂടെ പോയിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ കട്ട് വർക്കിൻ്റെ അവിടെ വന്നിരിക്കുന്ന ആ ഒരു ഷെയ്ഡുമായിട്ട് നല്ല സാമ്യമുള്ള നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ. ഇനി അതിൻ്റെ മുന്താണിയും കൂടെ കാണിക്കാം. ഇതാണ് മുന്താണി കണ്ടോ. മുന്താണിക്ക് കളർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെഡിഷ് കളർ തന്നെ. ബ്ലൗസ് ഇത് പീച്ച്. ബ്ലൗസിലും ഇങ്ങനെ കയ്യെ ചെയ്യാനായിട്ട് ഇത് കണ്ടോ ചെയ്തിട്ടുണ്ട്. അതും കട്ട് വർക്കാണ്. ഞാൻ ഈ കട്ട് വർക്ക് എന്നൊരു 250 പ്രാവശ്യം പറയുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാനത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ അത് ചെയ്യിപ്പിക്കാൻ കൊടുത്തിട്ടുള്ളവർക്കറിയാം. കട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ മുടക്ക് വരും എന്നുള്ളത്. ഇത് ആദ്യം കാണിച്ചാൽ അത് സെയിം ആണോ അല്ലല്ലേ, ഡിസൈൻ വ്യത്യാസമുണ്ട്. കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല മെഷീനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ ഇതെടുത്തിട്ടില്ലേ, ഇത് കത്തിച്ച് ഇങ്ങനെ കരിച്ച് കളയും. അത് ചെയ്യണമെങ്കിൽ നല്ല റേറ്റാണ്. അതാണ് സാരി. അതിൻ്റെ കൂടെ റോസ് സിൽക്കിൻ്റെ സ്റ്റഫും കൂടെ ആണെന്ന് ഓർക്കണം. ഇതും മെറൂണ്, എന്നിട്ട് അറ്റത്ത് വന്നേക്കുന്ന ബോർഡർ മജന്ത. ഒരു വെറൈറ്റി, ഒരു ഡിസൈനർ സാരിയുടെ ഒരു ലുക്ക് കിട്ടും. പിന്നെ സിൽക്കാണല്ലോ, റോസ് സിൽക്കാണല്ലോ. ഇതാണ് മുന്താണി. ബ്ലൗസ് അല്ല, ഇത് ബ്ലൗസേ. ഈ കാണുന്ന ഭാഗം ബ്ലൗസ്,
ബ്ലൗസ് അത് തിരിച്ചാണ് നല്ല വശമല്ല, ഇതാണ് നല്ല വശം ഉണ്ടോ. ഇതാണ് ബ്ലൗസിൻ്റെ കൈ. ഈ ബ്ലൗസിൻ്റെ ഈ കളർ ഇനി പിടിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വേറൊരു ബ്ലൗസ് അറ്റാച്ച് ചെയ്താൽ മതി, പെയർ ചെയ്താൽ മതി. ഇതാണ് മുന്താണി ഉണ്ടോ. നല്ല രസമില്ല ഈ ഒരു സെറിയൊക്കെ, ഒരു വൃത്തിയില്ലേ, നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട്. നിങ്ങൾ ഇത്രയും ഒന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. 1599 രൂപയ്ക്ക് ഈ സാരി കിട്ടുമോ ഇല്ലയോ. ഇതിപ്പം നിങ്ങൾ 3899 അതിൻ്റെ ആരെന്ന് പറഞ്ഞു. അതിപ്പം അതിന് ഉള്ള സാരിയാണ്. 1599 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന സാരികൾ നമ്മൾ നോർത്താൽ മതി. അത് വെച്ച് നോക്കുമ്പം എന്ത് രസമാണിത്. ഇതിൻ്റെ എല്ലാം ഓരോ പീസേ ഉള്ളൂ കേട്ടോ, എന്നോട് വഴക്കുണ്ടാക്കല്ലേ. ഇതാണ് ബോർഡർ, ബോഡിയിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണി, ഒരു റോയൽ ബ്ലൂവിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ആ ടീൽ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡെന്ന് പറയാം. ടീൽ ബ്ലൂ പോയേക്കുന്നുണ്ടോ ഇതിലായിട്ട്. വർക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ വർക്ക്. പിന്നെ കയ്യിൽ ബ്ലൗസ് ഇങ്ങനെ, ബ്ലൗസിൻ്റെ കയ്യിൽ ഇത്. എല്ലാവരും ഭംഗിയാണ് കാണാൻ. ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഡിസൈൻ വ്യത്യാസപ്പെട്ടാണ് കാണിച്ചത്. ഡിസൈൻ എന്ന് പറയുന്ന കളർ ഈ സെയിം സാരികൾ കാണിച്ചിട്ടില്ല കേട്ടോ, സെയിം മോഡൽ കാണിച്ചിട്ടുണ്ട്. ചന്ദന കളറും അതിൽ ഈ ഒരു ബോർഡറും, ഡാർക്ക് ബോർഡേഴ്സ്, കട്ട് വർക്ക് ബോർഡേഴ്സ്. ചന്ദന കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ലൈറ്റ് ഗോൾഡൻ യെല്ലോ, സാൻഡൽ ഷെയ്ഡ്, അല്ലെങ്കിൽ ക്രീം എന്ന് പറയാൻ പറ്റത്തില്ല, സാൻഡൽ അല്ലെങ്കിൽ ലൈറ്റ് ഗോൾഡൻ യെല്ലോ. ഇങ്ങനത്തെ ബോർഡർ. മുന്താണി വന്നിട്ട് ഇങ്ങനെ പീച്ച്, അതിൻ്റെ കൂടെ പോയിക്കുന്ന ആ താഴത്തെ കൂടെ പോയിക്കുന്ന ആ പീച്ച് തന്നെ മുന്താണിക്ക് വന്നിട്ട് ഇവിടെ ഉണ്ട് ഗോൾഡൻ സെറി. ചില കളറിൽ അത് എടുത്ത് നിൽക്കും, ചില കളറിൽ അത് ഡൗൺ ആയിട്ട് നിൽക്കും. എല്ലാം മോഡൽ ഒന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ സാരിയുടെ മോഡൽ ഒന്ന് തന്നെയാണ്, റേറ്റ് ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ഡിസൈനിങ്ങിൽ മാത്രമുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് ഇത് വരും, ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ. നിങ്ങൾ ഈ സ്റ്റഫിലോട്ട് നോക്കി, റോസ് സിൽക്കിൻ്റെ സ്റ്റഫേ നോക്കും. ബോഡിയിലെല്ലാം ഇങ്ങനത്തെ ബുട്ടാസ് പോകുന്നുമുണ്ട്, നല്ലൊരു ലീഫ് ഡിസൈൻ കൊടുത്തിരിക്കും. അതെല്ലാം അതാ പറഞ്ഞ, ഒരു സാരിക്ക് വേണ്ടി തന്നെ ഒത്തിരി സമയം എടുത്തിട്ടുണ്ട്. റോസ് സിൽക്കിൻ്റെ സ്റ്റഫിൻ്റെ വില എല്ലാ പ്രാവശ്യം എന്നാ പറയേണ്ടത്. റോസ് സിൽക്ക് ഇത് സെയിം ആണോ എന്ന് കാണിക്കുന്നത്, അല്ല ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇത് ഇപ്പോൾ ഈ മെറൂൺ നിങ്ങൾ മൂന്നാമത്തെ തവണ കണ്ട് കാണും. പക്ഷേ ഈ മൂന്നിൻ്റെ ഇവിടുത്തെ ഡിസൈനിലോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻസിലോ വ്യത്യാസപ്പെട്ടാ കേട്ടോ. ഇതാണ് അടുത്തത്, എന്താ ഇത് വരും. ബോഡി ഇങ്ങനെ ഇങ്ങനെ, മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇതിൻ്റെ ഇത് വരും. ബ്ലൗസ് ഉണ്ടോ, അത് കൈയുടെ സൈഡിൽ പിടിപ്പിക്കാൻ വേണ്ടി. റിപ്പീറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ സാരമില്ല, നിങ്ങൾ സ്ക്രീനെ നമ്പറുണ്ട്, ആ നമ്പർ കൂട്ടി വിലയും കൂടെ കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനേ. റിപ്പീറ്റ് അടിച്ചാൽ ചിലത് എനിക്ക് ക്രീം കാണുമ്പോൾ അല്ലല്ലോ, മുമ്പേ കണ്ടത് ഗോൾഡൻ, ഇച്ചിരൂടെ വേറൊരു കളറാണ്. ഇത് വേറൊരെണ്ണം, ഇതും ഗോൾഡൻ യെല്ലോ എന്ന് പറയാം, ലൈറ്റ് സാൻഡൽ ഷെയ്ഡ് ഇങ്ങനെ വരും. അതിൻ്റെ സ്റ്റഫല്ലെന്നേ ദിസ് ബോർഡർ, താഴത്തെ ബോർഡർ മുന്താണി ഇങ്ങനെ ഉണ്ടോ. ബ്ലൗസ് ഇങ്ങനെ, വെള്ളത്തെ ബ്ലൗസ് ഇങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഓഫർ സെയിൽ. നല്ല ഓഫർ തന്നെയാണ്. ഈ സാരി വാങ്ങിച്ചിട്ട് കിട്ടിയവരൊക്കെ എനിക്ക് 1-2 പേരുടെയൊക്കെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി നല്ല സാരിയാണ്, ഇനി ഇത് കൊണ്ടുവരുമോ, എന്നാ ആരോ കസിൻ സിസ്റ്റർ കണ്ടിട്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞു, എനിക്ക് കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചോളാൻ പറഞ്ഞു കസിൻ സിസ്റ്ററിനോട്. പക്ഷേ വേഗം വാങ്ങിക്കണം, ഈ ഒറ്റ പീസ് വെച്ചുള്ളൂ. അതായത് ഇപ്പോൾ കാണിച്ചേക്കുന്ന 12 എണ്ണം ഉണ്ടെങ്കിൽ ഈ 12 എണ്ണം ഉള്ളൂ. അതാണ് സംഭവം. അല്ലാതെ നമ്മൾ
സാധാരണ നോർമൽ ഒരു ദിവസത്തെ വീഡിയോ എടുക്കുമ്പം ഓഫർ സെയിൽ അല്ലാത്ത വീഡിയോ എടുക്കുമ്പോൾ ഒരു സാരിക്ക് തന്നെ ഇപ്പോൾ ചിലതിന് 10 പീസ് കാണും, ചിലതിന് 50 പീസ് കാണും, ചിലതിന് 25 പീസ് കാണും, അങ്ങനെ പലത് കാണും. ബ്ലൗസൊക്കെ അങ്ങനെ തന്നെയാണ് വിൽക്കുന്നത്. ഈ ഓഫർ സെയിലിന് ഇടുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കൊടുത്ത സാരികളുടെ മിച്ചം വരുന്ന പീസസ് ഇല്ലേ, അതാണ് നമ്മൾ ഓഫർ സെയിലിനെ ഇടുന്നത്, സിംഗിൾ പീസസ്. അതുകൊണ്ടാണ് സ്റ്റോക്ക് ഇല്ലാതെ പോകുന്നത് കേട്ടോ. പരാതികൾ ഒത്തിരി വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞത്. ഗീവ് അവയുടെ കാര്യം മറക്കണ്ട. ഏറ്റവും നല്ല കമൻറ്റ്, പിന്നെ അതുപോലെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നല്ല തലവേദന എടുത്ത് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുക. ചിരിക്കുന്നുണ്ട് എല്ലാവരും ഓർക്കും ചുമ്മാ പറയുന്നത്. നല്ല ശരിക്കും നല്ല തലവേദനയാണ്. എന്താ, താങ്ക് യു.